Hi friends, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളില്ലേ ഒരു ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്ത് ഹൽവയാണെന്ന് എല്ലാവരും ഇപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഇന്നില്ലേ പപ്പായ ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഈ പപ്പായ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഈ മരത്തിൽ ആണ് കേട്ടോ, ഈ പപ്പായ മരത്തിലാണ് നമ്മുടെ ആ മരത്തിലുണ്ടായ പപ്പായ വെച്ചിട്ടാണ് നമ്മളിന്ന് പപ്പായ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോകാം. ഈ പപ്പായ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് പപ്പായ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പപ്പായക്ക് 1.5 കിലോഗ്രാം തൂക്കമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത പപ്പായ മൊത്തം ഞാൻ തൊണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പപ്പായ വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ കടായി ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി എടുത്ത പപ്പായ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അടപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കുറച്ച് വെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പപ്പായയുടെ പേസ്റ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ പപ്പായ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോൾ വേണം നമ്മൾ ഈ കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന കോൺഫ്ലവർ കട്ട കുത്തി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കോൺഫ്ലവർ കട്ട കുത്തിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇടുന്ന പാത്രത്തിന് 2 പാത്രം പപ്പായ പേസ്റ്റാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ സെയിം ബൗളിന് 1 ബൗള് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ പപ്പായക്ക് കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ആ ബൗളിൻ്റെ 1/4 ബൗളാണ് പഞ്ചസാര ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പപ്പായക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത പപ്പായയുടെ പകുതി മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഏറ്റവും കുറവ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇന്നിവിടെ ഇറച്ചിയുടെ മീനിന്റെ മണമൊന്നുമില്ലല്ലോ. ഇന്നിവിടെ ഇറച്ചി മീൻ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെന്നാണ് തോന്നണത്. എന്നാ പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വന്നാലോ? നീ ഉണ്ടാവോ മീൻ? ഏതായാലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഇപ്പോൾ ഇത് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ പഞ്ചസാര ചേർത്ത സമയത്തും നമ്മുടെ പപ്പായയുടെ പേസ്റ്റ് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹൽവയുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്തയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ പപ്പായയുടെ ഈ പേസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെല്ലാം നട്ട്സാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏലക്കയുടെ ഫ്ലേവറിനനുസരിച്ച് അത് കൂടുതലോ കുറവോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചില ഏലക്കായ്ക്ക് ഫ്ലേവർ കുറവായിരിക്കും, അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും, ചിലത് കുറവ് മതിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊത്തം ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൽവയുടെ ഇത് കണ്ടോ, ഇത് നമ്മുടെ പപ്പായ ചെറുതായിട്ട് തിക്കായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഹൽവക്കൊക്കെ നന്നായിട്ട് നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പപ്പായയുടെ പേസ്റ്റ് ഒന്ന് തിക്കായിട്ടൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇനി ഇതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയണത് ഇത് നമ്മുടെ കടായിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാത്ത ഒരു സ്റ്റേജ് വരും. അപ്പോഴാണ് ഇത് കറക്റ്റ് പാകത്തിന് ആയി കിട്ടണത് കേട്ടോ. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കടായിൽ ഇതൊട്ടും തന്നെ സ്റ്റിക്ക് ആവണില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം. ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ഹൽവയുടെ ആ മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള പാത്രത്തിനകത്തും ഏത് മോൾഡിനകത്തും നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ഹൽവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഹൽവ സെറ്റായി കിട്ടും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ടാവും, ഇതൊന്ന് സെറ്റായിട്ടൊക്കെ വരും. അന്നേരം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ കണ്ടോ നന്നായിട്ട് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. നമ്മുടെ ഹൽവ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മോൾഡിൽ വെച്ചാലും ആ ഒരു മോൾഡിൻ്റെ ഷേപ്പിൽ നമുക്കിത് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ പീസസ് ഒക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്താണെന്ന് നോക്കട്ടെ. ബീഫാണ് ഇത്. പക്ഷെ ബീഫിന്റെ മണമൊന്നും ഇല്ലല്ലോ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്റെ പാത്രത്തിൽ എനിക്ക് വെച്ചേക്കുന്നതാണ്. ഒന്ന് നക്കി നോക്കിയേക്കാം. നല്ല മധുരം ഉണ്ടല്ലോ. എന്നാ പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇതായിരിക്കും ഉണ്ണി ചേച്ചിയുടെ അമ്മ പറഞ്ഞ പപ്പായ ഹൽവ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പപ്പായ ഹൽവ. നല്ല ടേസ്റ്റ്. ഞാൻ അപ്പടി കഴിക്കട്ടെ. ആരെങ്കിലും മറ്റുന്നത് ഞാൻ അപ്പടി കഴിക്കട്ടെ. നല്ല ടേസ്റ്റ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഞാനിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പീസ് ഒന്ന് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഓറഞ്ച് കളറിലെ ഹൽവ വാങ്ങിക്കില്ലേ, ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. അതായത് പപ്പായ ആണെന്ന് നമുക്ക് തോന്നേയില്ല കേട്ടോ. പപ്പായയുടെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല, നല്ല ഒരു രുചിയുണ്ട്. ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു ഹൽവയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഹൽവയിൽ ഒട്ടും തന്നെ കളർ ചേർക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ പപ്പായക്ക് നല്ല കളർ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കളർ ചേർത്തതുപോലെ ഉണ്ടല്ലേ.
പക്ഷെ ഇത് നമുക്ക് കളറൊന്നും ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. നല്ല കളറുള്ള പപ്പായ ആയിരുന്നു. അപ്പോൾ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. പിന്നെ എനിക്കിത് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുത്തു കേട്ടോ. 1.25 മണിക്കൂർ കഴിഞ്ഞ്, 1.5 മണിക്കൂർ എടുത്തില്ല, ഒരു 1.25 മണിക്കൂറിനടുത്ത് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എടുക്കണം പപ്പായയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സമയം കൂടുതലും കുറവൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പപ്പായ ഹൽവ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.